ഇനി പുതിയ വരാനിരിക്കുന്ന തമിഴ് സിനിമകളിലേക്കാണ്. ആര്യയുടെ ഏറ്റവും പുതിയ ചിത്രം കടമ്പൻ. കാതറിൻ ട്രീസിയാണ് നായികാവേഷത്തിൽ. ഏപ്രിലിൽ തന്നെ ഈ ചിത്രവും തിയേറ്ററുകളിലേക്ക് എത്തും. രാഘവിയാണ് സിനിമയുടെ സംവിധാനം. കാടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആര്യ ചിത്രം കഥ പറയുന്നത്. நம்ம பாட்டம் பூட்டம் பார்த்த பாதி வழங்க நம்ம ஐயங்க பார்க்கலாம். நம்ம ஐயங்க பார்த்த மீதி வழங்க நாம பார்க்கலாம். இன்னைக்கு நாம பார்க்குற விலங்க நாளைக்கு நம்ம பின்னாடி வர சந்ததிக்கு பார்ப்பாங்களா என்னன்னே தெரியல. நான் கருவன்னா நீ என்ன சில்வண்டா? பொன்வெள்ளி. அவங்க மேல ஒரு சின்ன கீரல் கூட விழக்கூடாது. ப்ராஜெக்ட் ஸ்டார்ட் பண்றோம். இனிமே எவனாச்சு கிளங்கெடுக்கிற தேன் எடுக்கிற காட்டு பக்கம் காலை வச்சுங்க. அவன் கீழே இருந்து வந்து காட்டையை காசாக்குறான். அவளை எதிர்த்து சண்டை போட ஆளும் இல்லை, ஆயுதமும் இல்லையடா. இன்னும் முடியலையா? இனிமேதான் ஆரம்பம். என் பாட்டை முப்பாட்டை இங்கே தான் இருந்தான். என் ஐயனும் நானும் இங்கே தான் இருக்கோம். எனக்கு பின்னாடி வர சந்ததியும் இங்கே தான் இருப்பாங்க. കടമ്പന് സമാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ തന്നെ മറ്റൊരു ചിത്രം കൂടി കോളിവുഡിൽ ഒരുങ്ങുന്നുണ്ട്. AL വിജയ് ജയം രവി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന വനമകൻ എന്ന ചിത്രം. പഴയ കാലകഥയും പുതിയ കാലകഥയും ഒക്കെ ഒരുമിക്കുന്ന ഒരു സിനിമയായിരിക്കും വനമകൻ. സൈഷ സൈഗാളാണ് ചിത്രത്തിൽ നായികാവേഷത്തിൽ. ജൂലൈയിലാണ് വനമകൻ തിയേറ്ററുകളിലെത്തുക. வாட்? உன்கிட்ட மனுஷன் பேச முடியுமா? யம்மா ஏ அழகம்மா, யம்மா நீ அழகம்மா, யம்மா ஏ அழகம்மா, யம்மா நீ தமிழம்மா. அந்த காட்டு பையன் தான் காவியாவை கடத்திருக்கான். I need Kavya back. Operation Zero. ഇനി ഈ ബസ്സിൽ ഹോളിവുഡിലേക്കാണ്. വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്ന ചിത്രം ജൂലൈയിൽ തിയേറ്ററുകളിലേക്ക് എത്തും. ഡോൺ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സിൻ്റെ രണ്ടാം ഭാഗമായാണ് സിനിമ. ഒപ്പം തന്നെ ഏപ്സ് റീബൂട്ട് സീരീസിലെ മൂന്നാമത്തെ ചിത്രം കൂടിയാണ് ഇത്. വീണ്ടും ആൾക്കുരങ്ങുകൾ മനുഷ്യനുമേൽ ആധിപത്യം നേടുന്നതും ജയം നേടുന്നതും തന്നെയാണ് ഈ സിനിമയുടെയും പ്രമേയം.
smart one, isn't he? What are you gonna name him? Do they look like just apes to you? He saved our lives. He was remarkable. Apes together! Strong, strong! You're him. You're Caesar. We've been searching for you for so long. I did not start this war. I fight only to protect apes. Human gets sick, ape gets smart. Then human kill ape. But not me. I run. There are times when it is necessary to abandon our humanity, to save humanity. They must pay. I'll finish this. I offered you peace. I showed you mercy. You talk about mercy? No matter what you say, eventually you'd replace us. That's the law of nature. So look what you've done. What did the humans promise you? No matter what you do, you'll never be one of them. You are We are the beginning! Apes together! Strong! We are the beginning! Apes together! Strong! Have you come to save your apes? I came for you. ഇനി ഹോളിവുഡിലെ ഒരു കോമഡി കാഴ്ചയിലേക്ക് പോകാം. ഒരു അനിമേഷൻ രസകരമായ കാഴ്ച. 12 വയസ്സുള്ള കുട്ടിയും ഒരു നായികയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രമാണ് കോക്കോ. ഡിസ്നിയും പിക്സാറും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ സംവിധാനം ചെയ്ത ലീ ആൻക്രിച്ച്. മറ്റൊരു ഹോളിവുഡ് ചിത്രം ഒരു അതിമാനുഷിക കൂട്ടായ്മയാണ്. ജസ്റ്റിസ് ലീഗ് എന്ന ചിത്രം. സൂപ്പർമാൻ, ബാറ്റ്മാൻ, അക്വാമാൻ, വണ്ടർ വുമൺ തുടങ്ങിയ അതിമാനുഷിക കഥാപാത്രങ്ങളെല്ലാം ഒരുമിക്കുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന സാക് സ്നൈഡറാണ്. ചിത്രത്തിൻ്റെ ട്രെയിലറും വലിയ പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട്. ഹോളിവുഡിൽ വൈകാതെ റിലീസും പ്രതീക്ഷിക്കാം. We have to be ready. You, me, the others. There's an attack coming from far away. Not coming, Bruce. It's already here. The others. Where are they?
Arthur Curry, the Aquaman. It's on him. Organic and biomechatronic body parts. He's a cyborg. You should probably move. സിനിമകളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും ബാഹുബലി 2 ആണ് ഇന്ത്യയിലെങ്ങും തരംഗമായി നിലനിൽക്കുന്നത്. കേരളത്തിൽ പോലും ബാഹുബലിക്ക് മുന്നേ മറ്റു സിനിമകളെല്ലാം റിലീസ് ചെയ്ത് തീർക്കാനുള്ള ശ്രമത്തിലാണ്. ഏപ്രിൽ 28-ന് തിയേറ്ററുകളിലെത്തുന്ന ബാഹുബലി 2-ലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സംഗീത ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ദേവസേനയും ശിവഗാമിയുടെയും കഥാപാത്രങ്ങളെ എങ്ങനെയാണ് പുതിയ രൂപത്തിൽ കാണാനാവുക എന്ന് നോക്കാം. പാട്ടാസ്വദിക്കാം. తన మాటే ఏదో అంట తను చెప్పిందే చెయ్యాలంట ఎవరైనా తన పేరే శివగామంట తన తీరే వేరంట తన పేరే చెబితే ఎవరైనా హడలే హడలంట ఇదే నా మాట నా మాటే శాసనం దౌష్ట్యాల దుర్నీతి వలన ద్వేషాల కంటకాగ్నిలోన మక్కిందిరా దేవసేన ఎక్కడో పెరుగు బిడ్డ పైన ఒక్కగానొక్క ఆశతోన వేచిందిరా దేవసేన సోకుతుంటే పైన మెచ్చిందిలే దేవసేన ഈ ബസ് പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.